ഇസ്രായേലിന്റെ അധിനിവേശവും പാലസ്തീന്റെ പ്രതിരോധവും ആധുനിക യുഗത്തിലേക്ക് പ്രവേശിച്ചതു മുതൽ നിരപരാധികളായ പാലസ്തീനികളെ നിർദാക്ഷിണ്യം വകവരുത്തുന്നതിന് ഇസ്രായേൽ സയനിസ്റ്റ് ലോബിയും അവരുടെ കുഴലൂത്തുകാരായ പാശ്ചാത്യ മാധ്യമങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ന്യായീകരണമാണ് പാലസ്തീൻ വിമോചന പോരാളികൾ സാധാരണക്കാരെ മനുഷ്യ കവചമാക്കുന്നു എന്ന്. ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ അധിനിവേശ ശക്തികൾ എല്ലാ കാലത്തും വ്യത്യസ്ത മാതൃകകളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് അവ തെളിവുകളായി ലോകത്തെ നിരന്തരം വിശ്വസിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഈ ആരോപണങ്ങൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്താൻ സ്വന്തം ജനതയെ തന്നെ കുരുതി കൊടുക്കുന്ന ഒരു നിഗൂഢ പദ്ധതിയെ മറച്ചു പിടിക്കാനും കൂടി വേണ്ടിയാണ് എന്നറിയുമ്പോഴാണ് ഇതിന്റെ പിന്നാമ്പുറങ്ങളിലെ ഭീകരത നമുക്ക് മനസ്സിലാവുക. ശക്തിയുള്ളവൻ ദുർബലനെ അടിച്ചമർത്താൻ ദുർബലനെ തന്നെ പ്രതിസ്ഥാൻ സ്ഥാപിക്കുന്ന നവകപട പ്രചാരണങ്ങളുടെ ഉള്ളറകളിലേക്ക് സ്വന്തം ജനത്തെ തന്നെ കൊലക്കി കൊടുത്ത് ശത്രുവിന്റെ സകല പദ്ധതികളും തകർക്കുന്ന നീചമായ യുദ്ധതന്ത്രത്തിന്റെ നാൾ വഴികളിലേക്ക് തങ്ങളുടെ കൈകളാൽ കൊല്ലപ്പെടുന്ന പൗരന്മാരുടെ പാപഭാരം ശത്രുവിന്റെ തലയിൽ കെട്ടിവെച്ച് അവർക്ക് ഭീകര പരിവേഷം ചാർത്തുന്നതിന്റെ നീതികേടിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് ഒന്നിരിക്കാം. അധിനിവേശ ശക്തികളുടെ സ്ഥാനം ലോകത്തിന് മുമ്പിൽ എന്നും പ്രതിക്കൂട്ടിൽ തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് കുതിരി മാറാനും തങ്ങളുടെ നിഷ്ഠൂരമായ ക്രിയകൾക്ക് വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാനും ചില കുൽസിതമായ പിന്നാമ്പുറക പ്രവർത്തനങ്ങൾ അവർ ചെയ്യാറുണ്ട്. എതിർപക്ഷത്ത് പോരാടുന്നവരെ എന്തിനും ഏതിനും വില്ലിൽ വെട്ടിപ്പിക്കുക, അവരുടേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും കൂലിപ്പട്ടാളങ്ങളെ ഉപയോഗിച്ച് റെഡ് ഫ്ലാഗ് രീതിയിലുള്ള ഓപ്പറേഷനുകൾ നടത്തുക, ഭീകരാക്രമണങ്ങൾ നടത്തുക, സ്വന്തം ജനതയെ മുന്നിൽ നിർത്തി പരിചയാക്കിയാണ് അവർ ആക്രമണം നയിക്കുന്നതെന്നും അതുകൊണ്ടാണ് സാധാരണക്കാർ കൊല്ലപ്പെടുന്നതെന്നും തുടങ്ങിയ വ്യാജ പ്രചരണങ്ങൾ ചമയ്ക്കുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി. ഇതിനു പുറമെ ഇസ്രായേൽ എന്ന അധിനിവേശ രാഷ്ട്രം നടപ്പിലാക്കുന്ന അപകടകരവും അതിലുപരി നിഷ്ഠൂരവുമായ ഒരു നിഗൂഢ പദ്ധതിയാണ് ഹാനിബാൾ ഡയറക്റ്റ്. ഇന്നത്തെ തുനീഷ്യ ഉൾപ്പെടുന്ന മെഡിറ്ററേനിയൻ പ്രദേശത്ത് നിലനിന്നിരുന്ന കാർത്തേജ് എന്ന വലിയ സാമ്രാജ്യത്തിന്റെ റോമിനെ വിറപ്പിച്ച വിഖ്യാതനായ ജനറൽ ഹാനിബാൾ തന്റെ റോമൻ പടയോട്ടക്കാലത്ത് നടപ്പിലാക്കിയ ഒരു സൈനിക പദ്ധതിയുടെ ചുവട് പിടിച്ചായതുകൊണ്ടാണ് ഇതിനെ ഹാനിബാൾ ഡയറക്റ്റീവ് എന്ന പേര് നൽകപ്പെട്ടത്. സ്വന്തം ദേശത്തു നിന്നും വിദൂരമായ റോമിലേക്കുള്ള പടയോട്ട സമയത്ത് ശത്രുക്കളുടെ കയ്യിലകപ്പെട്ടാൽ അവർക്ക് വേണ്ടി ഒരു പോർമുഖം തുറക്കാനോ മോചന ദ്രവ്യങ്ങളും മറ്റും നൽകി വിലപേശി മോചിപ്പിക്കാനും അസാധ്യമായതിനാൽ ശത്രുക്കളുടെ പീഡനങ്ങൾ അനുഭവിച്ചു മരിക്കുന്നതിന് മുമ്പ് സ്വയം വിഷം കഴിക്കാനും അതിന് തയ്യാറല്ലാത്തവരെ അമ്പുകളും കുന്തങ്ങളും എഴുത് ശത്രുക്കളോടൊപ്പം കൊന്നു കളയുന്നതുമായിരുന്നു ഹാനിബാളിന്റെ ഈ രാജനീതി. തങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തു പോകുന്നത് തടയുക എന്നതും ഇതിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. എന്തുകൊണ്ട് ഇസ്രായേൽ സ്വന്തം ജനതയുടെ ജീവൻ മാനിക്കാതെ ഈ പ്രാകൃതമായ യുദ്ധമുറയെ കടംകൊണ്ടു? അതിനു കാരണം ഇസ്രായേലിന് ചരിത്രത്തിൽ നേരിടേണ്ടി വന്ന ചില അപമാനങ്ങളാണ്. 1948 മുതൽ തന്നെ പാലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് തുരുത്തുകയും അതിന് വഴങ്ങാത്തവരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ ഭീകരന്മാർ ചെയ്യുന്ന ഒരു പദ്ധതിയായിരുന്നു തങ്ങൾക്ക് ഭീഷണിയാകുന്ന നേതാക്കന്മാരെയും പോരാളികളെയും യാതൊരു ന്യായവും കൂടാതെ വർഷങ്ങളോളം തടവിൽ പാർപ്പിച്ച് ക്രൂരമായി പീഡിപ്പിക്കുക എന്നത്. ഈ നടപടി നിർബാധം തുടരുകയും 80കളുടെ തുടക്കത്തിൽ മൂർധന്യമായ അവസ്ഥയിലെത്തുകയും ചെയ്തു. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ തടങ്കൽ പാളയങ്ങളിൽ അടക്കുകയും അവരെ മോചിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിർദ്ദേശങ്ങളെ പോലും അവഗണിക്കുകയും ചെയ്തപ്പോൾ പാലസ്തീനിലെ പോരാളികൾ തങ്ങളുടെ ജനതയെ മോചിപ്പിക്കാൻ ഇസ്രായേലിന്റെ അതേ നാണയം തന്നെ പുറത്തെടുത്തു. ദക്ഷിണ ലെബനോനിന്റെ അതിർത്തിയിൽ നിന്നും പലസ്തീൻ ലിബറേഷൻ ആർമിയുടെ പോരാളികൾ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിക്കുകയും ഇസ്രായേൽ ഭടന്മാരെയും പൗരന്മാരെയും ബന്ദികളാക്കാനും ആരംഭിക്കുകയും ചെയ്തു. പൊതുവെ തങ്ങളുടെ പൗരന്മാർ ബന്ദികളായാൽ ബന്ദികളാക്കിയവരെ തീവ്രവാദികളായി പ്രഖ്യാപിച്ച് അവരുമായി യാതൊരു വിലപേശലിനും തയ്യാറാകാതെ കൃത്യമായ സൈനിക ഓപ്പറേഷനുകളിലൂടെ അവരെ മോചിപ്പിക്കുന്നതായിരുന്നു ഇസ്രായേലിന്റെ രീതി. ഉഗാണ്ടയിലെ എൻഡബെ ഓപ്പറേഷൻ ഇതിന്റെ വിജയിച്ച ഒരു ഉദാഹരണമാണ്. എന്നാൽ പാലസ്തീനിലെ മലറ്റ് ഓപ്പറേഷൻ വൻ പരാജയമാവുകയും വലിയ ആൾനാശത്തിൽ കലാശിക്കുകയും ചെയ്തു. അതോടെ ഇസ്രായേൽ സൈനിക നേതൃത്വത്തിന്റെ അമിത ആത്മവിശ്വാസത്തിൽ ഊന്നിയുള്ള നടപടി ഇസ്രായേലിൽ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാനും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അതിനാൽ PLOയുടെയും അതിന്റെ മറ്റു വകഭേദങ്ങളായ പാലസ്തീൻ ഗ്രൂപ്പുകളുടെയും നേതൃത്വത്തിൽ നടന്ന ഈ ബന്ദികളാക്കൽ നടപടിക്കെതിരെ
ശക്തമായ സൈനിക നീക്കം നടത്താൻ കഴിയാതെ ഇസ്രായേൽ സൈനിക ഭരണ നേതൃത്വം പ്രതിസന്ധിയിലായി. ഉഭയ ചർച്ചകളിലേക്കും കക്ഷിബന്ധങ്ങളിലേക്കും അവർക്ക് വലിച്ച് ഇടപെടുകയും നിർബന്ധമാക്കപ്പെടുകയും ചെയ്തു. ഇതോടെ വിലപേശൽ ശക്തി വർദ്ധിച്ച പാലസ്തീൻ നേതാക്കന്മാർ പരമാവധി അത് മുതലെടുത്ത് കഴിയുന്നത്ര ആളുകളെ ജയിൽ മോചിതരാക്കാൻ തുടങ്ങി. 79 ഒരു ഇസ്രായേൽ സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥന് വേണ്ടി 76 പാലസ്തീൻ ബന്ദികളെ വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ നിർബന്ധിതരായി. ഇതൊരു തുടക്കം മാത്രമായി. ഇസ്രായേൽ നേതൃത്വത്തിന്റെ ദൗർബല്യം മനസ്സിലാക്കിയ പാലസ്തീൻ പോരാളികൾ ഇതൊരു പതിവാക്കുകയും വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. 1983 ദക്ഷിണ ലെബനാൻ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട 9 ഇസ്രായേൽ തടവുകാർക്ക് വേണ്ടി 4700 പാലസ്തീനികളെ വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകുന്തോറും വിട്ടുകൊടുക്കുന്ന പാലസ്തീൻ പോരാളികളുടെ എണ്ണം വർദ്ധിക്കുകയും തങ്ങൾ ഭീകരർ എന്ന് പറഞ്ഞ് മുദ്രകുത്തിയ പലരും ജയിൽ മോചിതരായതിനു ശേഷം തങ്ങൾക്ക് തലവേദനയാകുന്നതും അതുപോലെ ഈ ബന്ദി കൈമാറ്റ ചർച്ചകൾക്കിടയിൽ നേരിടേണ്ടി വരുന്ന അപമാനവും ഇസ്രായേൽ നേതൃത്വത്തെ ചില അറ്റകൈ പ്രയോഗങ്ങൾക്ക് നിർബന്ധിതരാക്കി. അതായിരുന്നു കുപ്രസിദ്ധമായ ഹാനിബാൾ ഡയറക്റ്റീവ്. ഉയർന്ന ഒഫീഷ്യലുകൾക്കിടയിൽ രഹസ്യരേഖയുടെ രൂപത്തിലും താഴേക്കിടയിലുള്ള പട്ടാളക്കാരുടെ ഇടയിൽ വാക്കാലുമുള്ള നിർദ്ദേശമായി മാത്രം അത് പ്രഖ്യാപിക്കപ്പെട്ടു. വ്യത്യസ്ത അവസരങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ഘടകങ്ങൾ അടങ്ങിയതായിരുന്നു നിഗൂഢമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ നിർദ്ദേശങ്ങൾ. ഇതിന്റെ യഥാർത്ഥ നിർദ്ദേശങ്ങളോ ഘടനയോ രീതികളോ ലഭ്യമല്ലെങ്കിലും ഹാരറ്റ്സ്, മാരിവ് എന്നീ ഇബ്രു ഇസ്രായേൽ പത്രങ്ങളുടെ റിപ്പോർട്ടുകളിൽ അതിന്റെ ഒരു ഏകദേശ രൂപം വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇസ്രായേൽ പൗരന്മാർ സൈനികരോ സാധാരണക്കാരോ ആകട്ടെ അവരെ ബന്ദികളാക്കാനുള്ള ഏതു ശ്രമത്തെയും ചെറുക്കേണ്ടതാണ്. അവരെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ, ബന്ദികൾക്ക് പരിക്കേറ്റാലും ബന്ദിയാക്കാൻ വരുന്നവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. അതിനും സാധിച്ചില്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തകർത്തു കളയണം. അവിടെ പൗരന്മാരുടെ ജീവൻ കാര്യമാക്കേണ്ടതില്ല. ഏത് വിധേനയും അവർ ബന്ദികളാകുന്നത് തടയുക തന്നെ വേണം. ഇത് യുദ്ധരംഗങ്ങളിൽ അവസ്ഥകൾക്കനുസരിച്ച് മാറ്റപ്പെടാം. പക്ഷേ ലക്ഷ്യം ഒന്നു തന്നെയാണ്. ബന്ദിയായ പൗരനേക്കാൾ നല്ലത് മരിച്ച പൗരനാണ്. ആശയപരമായ ഐക്യത്തിന്റെ അഭാവങ്ങളും സൈനികരുടെ ഇടയിൽ തന്നെയുള്ള വിയോജിപ്പുകളും കാലാവസരങ്ങളിൽ ഈ പ്രോട്ടോകോൾ പിൻവലിക്കുകയും പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2006 സൈനികനായ ഗിലാദ് ഷാലിയറ്റിന്റെ തടവ് അവർക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷം കൂടിയോ കുറഞ്ഞോ രഹസ്യമായി ഇന്നും ഇസ്രായേൽ സൈന്യം ഇത് പിന്തുടരുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2000 ദക്ഷിണ ലബനാനിലെ ഷെബാഫാം സംഘർഷം തൊട്ട് ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ വരെ ഈ ഡയറക്റ്റീവ് നടപ്പാക്കിയെന്ന വിവരങ്ങൾ പുറത്തുവിടുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇസ്രായേലിന്റെ തന്നെ വിരമിച്ച സൈനിക രഹസ്യാന്വേഷണ മേധാവികളും അവിടെ തന്നെയുള്ള പത്രങ്ങളുമാണ്. ഷബാഫാം സംഘർഷത്തിൽ ഇസ്രായേലിന്റെ നോർത്ത് കമാൻഡിൽ നിന്നും പിടിച്ച ഇസ്രായേലി സൈനികരുമായി പോകുന്ന 26 സൈനിക വാഹനങ്ങളെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആക്രമിക്കാൻ നിർദ്ദേശിക്കുകയും ബന്ദികളടക്കം എല്ലാവരെയും കൊല്ലുകയും ചെയ്തു. ഇതിന് ന്യായമായി പറഞ്ഞത് തങ്ങളുടെ സൈനികർ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാണ്. 1027 തടവുകാരെ വിട്ടുകൊടുക്കേണ്ട ഗിലാദ് ഷാലിയറ്റിന്റെ സംഭവത്തിൽ ഈ പ്രോട്ടോകോൾ വൈകിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന വിമർശനങ്ങൾ അവർക്കിടയിൽ തന്നെ ഉയർന്നിരുന്നു. 2006 അയത്തൽ ഷാബിലെ ബന്ദികളെ മോചിപ്പിക്കാൻ ചെന്ന ടാങ്ക് തകർന്നപ്പോൾ അവിടെ ആകെ ബോംബ് വർഷിച്ച് ജീവനോടെയോ അല്ലാതെയോ ഉള്ള ബന്ദിയാക്കൽ തടയാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. 2008 ഗാസയിൽ ഒരു കെട്ടിടത്തിൽ പരിക്കേറ്റകപ്പെട്ട ഇസ്രായേലി സൈനികരെ ഹമാസ് വളഞ്ഞപ്പോൾ കെട്ടിടം തന്നെ പൂർണ്ണമായി ഇസ്രായേൽ വ്യോമസേന തകർത്തു കളഞ്ഞുവെന്ന് പിന്നീട് ഹമാസിന്റെ പിടിയിലായി ഷെൽ വർഷിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ട സൈനികന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. 2014 ഗിബാറ്റി ബ്രിഗേഡിന്റെ കേണൽ ഗോൾഡിനെ പതാ പോരാളികൾ പിടിക്കാതിരിക്കാൻ റഫേൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് സംശയം തോന്നിയ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ പോലും ഇസ്രായേൽ ബോംബ് വർഷിച്ചിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത് ആംനസ്റ്റി ഇന്റർനാഷണൽ ആയിരുന്നു. ഇവയെല്ലാം ചില തെളിവുകളും ഉദാഹരണങ്ങളും മാത്രം. ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത ഒരുപാട് സംഭവങ്ങൾ ബാക്കിയാണ്. അവസാനമായി ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ നല്ലൊരു ഭാഗം ഇസ്രായേലിന്റെ തന്നെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന സംശയം പലരും മുമ്പേ ഉയർത്തിയിരുന്നു. എന്നാൽ സിവിലിയന്മാർക്ക് വേണ്ടി ഈ പ്രോട്ടോകോൾ മുമ്പ് പ്രയോഗിച്ചതായി കണ്ടിട്ടില്ലാത്തതിനാൽ ആദ്യം അതെല്ലാവരും തള്ളിക്കളഞ്ഞു. പിന്നീട് ബന്ദികളിൽ നിന്നും മോചിതരായവർ
ക്യാബിനറ്റിന് മുമ്പാകെ തങ്ങളുടെ നേരെ ഇസ്രായേൽ സൈന്യം തന്നെ വെടിയുതിർത്തുന്നുവെന്നും കുറെ പേർ അങ്ങനെ മരണപ്പെട്ടു എന്നും വെളിപ്പെടുത്തി. അതോടെ ചരിത്രത്തിൽ ആദ്യമായി ഈ പ്രോട്ടോകോൾ സാധാരണക്കാർക്കെതിരായും പ്രയോഗിക്കപ്പെട്ടു എന്ന ആരോപണം ശക്തിപ്പെട്ടു. ഒരു വാഹനവും അതിർത്തി കടക്കരുത് എന്ന റേഡിയോ സന്ദേശവും ചലിക്കുന്നതെല്ലാം തകർത്ത് കളയണമെന്ന നിർദ്ദേശം ലഭിച്ചതായി സൈനികരുടെ വെളിപ്പെടുത്തലുകളും പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റിന്റെ വെളിപ്പെടുത്തലുകളും ടാങ്കുകൾ ഉപയോഗിച്ച് ബന്ദികളെ കൊണ്ടുപോകുന്ന ട്രാക്ടറുകളെ നശിപ്പിച്ചതിന്റെ അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും താമസിയാതെ പുറത്തു വന്നപ്പോൾ ആരോപണങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞു. എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കോ മനുഷ്യാവകാശങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇസ്രായേൽ ഭരണ സൈനിക നേതൃത്വം തികച്ചും അവരുടെ പ്രതിരോധത്തിന് വേണ്ടിയുള്ള നടപടിയായിട്ടാണ് ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കുന്നത്. അതിനാൽ തന്നെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഇസ്രായേൽ സ്വന്തം സമൂഹത്തിലും അന്താരാഷ്ട്ര സമൂഹത്തിലും ഒറ്റപ്പെടുകയും പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ഈ നടപടിയുടെ റിപ്പോർട്ടുകൾ അനുദിനം പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ ബന്ദികളുടെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയായിരിക്കും ഇസ്രായേലിന് എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ തെരുവിലിറങ്ങാൻ നിർബന്ധിതരായി. തങ്ങളുടെ ശത്രു ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും അത്ഭുതകരമായ കൃത്യതയോടുകൂടി ഒരു ഇല പോലും അറിയാതെ ഉപഗ്രഹങ്ങൾ നിയന്ത്രിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് സംഹരിക്കാനുള്ള സാങ്കേതിക വിദ്യ പക്കലുണ്ട് എന്ന് ആത്മവിശ്വാസം പറയുന്ന സയനിസ്റ്റുകൾ. പക്ഷേ പാലസ്തീനികളുടെ കാര്യം വരുമ്പോൾ സ്കൂൾ, ഹോസ്പിറ്റൽ, കളിക്കളം, ക്യാമ്പുകൾ, ഭക്ഷണ വിതരണ കേന്ദ്രം, പലായനം ചെയ്യുന്ന വാഹനങ്ങൾ, അങ്ങനെ നിരപരാധികളെന്ന് നിസ്സംശയം തോന്നുന്നവരെ പോലും അവിടെ തങ്ങളുടെ ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ന്യായം പറഞ്ഞു കൂട്ട നശീകരണമായ ആയുധങ്ങൾ ഉപയോഗിച്ച് കൂട്ടക്കൊല ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നു. ഒരു വശത്ത് ആയുധവും ആളും അർത്ഥവുമില്ലാതെ തുരങ്കങ്ങളിലൂടെയും തദ്ദേശീയ ആയുധങ്ങളിലുമായി പോരാടുന്നവർ തങ്ങളുടെ ജനങ്ങളെ കവചമാക്കി പോരാടുന്നു, അതുകൊണ്ടാണ് അവരെ വധിക്കേണ്ടി വരുന്നത് എന്ന് പ്രചരിപ്പിച്ചാണ്. നിരായുധരായ പിഞ്ചുകുഞ്ഞുങ്ങളെ പോലും വെടിവെച്ച് കൊല്ലുന്നതിനും അവർക്ക് അവരുടേതായ ന്യായമുണ്ട്. സ്വന്തം പൗരന്മാരുടെ ജീവന് പോലും വില കൽപ്പിക്കാതെ സ്വാർത്ഥവും നിഗൂഢവുമായി മുന്നോട്ടു പോവുകയും നികൃഷ്ടമായ മനോഭാവം വെച്ചു പുലർത്തി ലോകത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ, അമേരിക്ക എന്ന ഭീമൻ രാഷ്ട്രത്തിന്റെ പിന്തുണ അസ്തമിക്കുന്ന അന്ന് ഇതിനെല്ലാം ലോകത്തോട്, സ്വന്തം ജനതയോട് മറുപടി പറയേണ്ടി വരും.